നമസ്തേ, എൻ്റെ പേര് മോഹനൻ മാവുങ്കാലാണ്. ക്ഷേത്രാലങ്കാര ശില്പമാണ് എൻ്റെ ജോലി. നമ്മളിപ്പോഴുള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മരക്കാപ്പ് കടപ്പുറം ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ അമ്മയുടെ ശ്രീകോവിലിന് പിച്ചള പൊതിഞ്ഞ് അലങ്കരിക്കാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഏകദേശം 4 മാസത്തോളം സമയമെടുത്താണ് നമുക്കിത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. ബ്രഹ്മശ്രീ തരണനല്ലൂർ തെക്കിനിയടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രതന്ത്രി. തന്ത്രീശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര ആചാരത്തോടു കൂടിയാണ് ശ്രീകോവിൽ പിച്ചള കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികൾ എന്നെ ഈ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്ത്രിയുടെയും അവിടുത്തെ ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ആദ്യം മനസ്സിലാക്കുകയും ഓരോ ക്ഷേത്രങ്ങളിലും ശ്രീകോവിൽ വിവിധ കണക്കുകളിലും വിവിധ രീതികളിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പഴയകാല ശില്പങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിന് ചേരുന്നത് നമ്മൾ മനസ്സിലൊരു തയ്യാറെടുപ്പ് നടത്തി ഇവരോടും കൂടെ ക്ഷേത്ര അധികാരികളോടും കൂടെ തീരുമാനിച്ച് ചർച്ച ചെയ്താണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. പരമ്പരാഗത കലയും ക്ഷേത്ര ഐതിഹ്യങ്ങളും അതൊന്നും ചോരാതെ തന്നെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം ഭക്തജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ശ്രീകോവിലും സോപാനവും കൂടി സ്വർണം പൂശണം, അതായത് പിച്ചള പൂശണം എന്നുള്ള ആ ആഗ്രഹം കമ്മിറ്റി കണ്ടത് ശ്രീ മോഹനൻ മാവുങ്കാലിനെ ഈ ചുമതല ഏൽപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം 2022 നവരാത്രിക്ക് തൊട്ട് മുമ്പ് 3-4 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുകയും, പക്ഷേ അന്ന് ഞങ്ങൾ മോഹനെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഇത്ര ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇത്രയധികം കരവിരുതും കലാപരമായി ഈ സോപാനവും ശ്രീകോവിലും അദ്ദേഹം പിച്ചള പൂശി തരുമെന്ന് അനേകം ഭക്തജനങ്ങൾ ഞങ്ങളോട് അഭിപ്രായപ്പെടുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ ഈ ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നത്. അത് ശ്രീ മോഹനൻ മാവുങ്കാലിൻ്റെ കരവിരുതും കലാവിരുതും കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തോട് ഈ ക്ഷേത്രവും ക്ഷേത്ര കമ്മിറ്റിയും ഇവിടുത്തെ ഭക്തജനങ്ങൾ എന്നുമെന്നും കടപ്പെട്ടിരിക്കും. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ക്ഷേത്രാലങ്കാര ശില്പജോലിയിൽ എത്തിയിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ഐതിഹ്യങ്ങളും ആചാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് തന്ത്രിയുടെയും ക്ഷേത്ര അധികാരികളുടെയും നിർദ്ദേശപ്രകാരവും പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്ര ശില്പങ്ങളൊക്കെ ചേർത്താണ് ഈ അലങ്കാര വേല നടത്തുന്നത്. ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ രീതികളാണ്. അതുപോലെ തന്നെ ഈ ശില്പ ജോലികളിൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിരിക്കും. തെക്കൻ ജില്ലകളിൽ, മധ്യ തിരുവിതാംകൂർ, അങ്ങനെ നമ്മുടെ വടക്കൻ ജില്ലകളിലും വ്യത്യസ്തമായ ശൈലിയിലാണ് ക്ഷേത്രാലങ്കാര ജോലി നടത്തുന്നത്. അതുപോലെ തമിഴ്നാട്ടിൽ മറ്റൊരു രീതി, കർണാടകത്തിൽ ഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏകദേശം 25ഓളം ക്ഷേത്രങ്ങളിൽ, അതിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, അങ്ങനെ വിവിധ ജില്ലകളിൽ ചെറുതും വലുതുമായ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
ക്ഷേത്രങ്ങളിൽ കൂടുതലും നമ്മൾ ഈ വടക്കൻ ജില്ലകളിൽ കാവ് സങ്കല്പങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലുണ്ടാവും. അതിനൊക്കെ ഈ അഴിക്കൂടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു ക്ഷേത്ര ചുമരുകളെല്ലാം. അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ദ്വാരപാലകർ, ചില സ്ഥലങ്ങളിൽ മറ്റ് വ്യാളി രൂപങ്ങൾ, ഓംകാരം, പിന്നെ മയൂരം, അങ്ങനെ പല ഇതും ക്ഷേത്രത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് നമ്മൾ ചെയ്യാറുണ്ട്. വാതിലുകളുടെ അഷ്ടദള കമലം, പിന്നെ പത്മദളങ്ങൾ, വള്ളി, പിന്നെ ചതുരപ്പൂ, അങ്ങനെ വിവിധ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതും പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ കരിങ്കൽ ശില്പങ്ങളിൽ നിന്നും ദാരുശില്പങ്ങളിൽ നിന്നെല്ലാം, പിന്നെ അതുപോലെ ചുമർ ചിത്രങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഈ ആധുനിക രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോലിയിൽ മാത്രമാണ് ഉണ്ടാകുക. പക്ഷേ അതിലെ ശില്പങ്ങളും അതിനു വേണ്ട അലങ്കാരങ്ങളൊക്കെ പഴയ ക്ഷേത്ര ആചാരങ്ങൾ, ക്ഷേത്ര സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. മുഴുവനായിട്ടും നമ്മൾ കൈകൊണ്ട് വരച്ച് കൈകൊണ്ട് തന്നെ കൊത്തിയെടുക്കുന്നതാണ്. പിച്ചള തകിടിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ സോപാനം, വാതിൽ, ചുമര് അതിനൊന്നും വ്യത്യസ്തമായിട്ടുള്ള കനത്തിലായിരിക്കും അത് നമ്മൾ തകിടുണ്ടാക്കുക. ആ തകിടിൽ ഓരോ സ്ഥലത്തിന് ആവശ്യമായ രീതിയിൽ വരച്ചെടുത്ത് അതിനാവശ്യമായ ഉളികൾ തയ്യാറാക്കി, സ്വന്തമായി തന്നെ തയ്യാറാക്കി, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പഞ്ചലോഹങ്ങളിൽപ്പെട്ട സ്വർണം, വെള്ളി, ചെമ്പ്, പിന്നെ പിത്തള മുതലായ ലോഹങ്ങളിലാണ് അലങ്കാര ജോലികൾ ചെയ്യാറുള്ളത്. ഓരോ ക്ഷേത്രങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അതിൽ മാറ്റം വരാം. സ്വർണവും വെള്ളിയൊക്കെ വില കൂടിയതാണ്. വലിയ വലിയ ക്ഷേത്രങ്ങളിലാണ് അത് ചെയ്തു വരാറ്. സാധാരണ ഈ കേരളത്തിലിപ്പോൾ പിച്ചള കൊണ്ടാണ് കൂടുതലും ചെയ്തു വരുന്നത്. മരക്കാപ്പ് കടപ്പുറം ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതലും അഷ്ടദള കമലം, ഓംകാരം, മയൂരം, മകരവ്യാളി, അതുപോലെ അരുവുകളിൽ പത്മദളങ്ങൾ, ചതുരപ്പൂക്കൾ, വള്ളികൾ, അങ്ങനെയാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പഴയകാലങ്ങളിൽ കണ്ടുവരുന്ന ചിത്രങ്ങളാണ് നമ്മൾ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. കരിങ്കല്ലുകളിലാണ് സാധാരണ ഈ സോപാനങ്ങൾ ചെയ്യാറ്. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പ്രത്യേകതയോടുകൂടിയായിരിക്കും അത് ചെയ്യാറുള്ളത്. നമുക്ക് സോപാനം ചെയ്യുന്നതാണ് ഏറ്റവും വിഷമകരമായ പണി. ഇവിടുത്തെ സോപാനവും വളരെ പ്രത്യേകതയുള്ള സോപാനമാണ്. അതുപോലെ തന്നെ സോപാന പടികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. പല രൂപങ്ങളിലും സോപാനങ്ങൾ ചെയ്യാറുണ്ട്, ആന, സിംഹം മുതലായവ. പക്ഷേ കേരളത്തിൽ സാധാരണയായി കാണുന്നത് ഈ സിംഹരൂപമാണ്. ഇവിടുത്തെ സോപാനം സിംഹവ്യാളി അല്ലെങ്കിൽ വ്യാഘ്രവ്യാളി ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പഴക്കമുള്ള ഒരു സോപാനമാണ്. കരിങ്കല്ലിൽ ചെയ്ത ശില്പികൾ വളരെ ഭംഗിയായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീകോവിലിൻ്റെ മേൽക്കൂരകളിൽ സാധാരണ ചെമ്പോല പതിക്കാറുണ്ട്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പിച്ചള കൊണ്ടും ചെയ്യുന്നുണ്ട് ചിത്രപ്പണിയോടുകൂടി. ചിലവ് അല്പം കൂടുന്നതുകൊണ്ട് പല ക്ഷേത്രങ്ങളിൽ അത് ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു സ്വഭാവമാണ്, നല്ല പണിയാണ്. അയാൾ ഭയങ്കര തിരക്കുള്ള ആളാണ്. അപ്പം ഞാൻ അയാളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പരിചയമായി, ഒരു 10 കൊല്ലം മുമ്പ്. പിന്നെ അയാൾക്ക് ഞാൻ ഒരുപാട് പണി ഞാൻ ഇങ്ങനെ അയാളെ പണിയും പ്രവൃത്തിയും സ്വഭാവവും കണ്ടുകൊണ്ട് ഞാൻ പല അമ്പലത്തിലും പോയിട്ടാണ് ചെയ്യണം. എന്നിട്ട് കമ്മിറ്റിക്കാർക്ക് നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ അയാളെ കൊണ്ട് പലക്കിലും ചെയ്യിക്കലുണ്ട്. ഇപ്പോൾ കുറേ ദിക്കിലും ഇങ്ങനെ ഏറ്റ് നിൽക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് അലങ്കരിക്കാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു വഴിത്തിരിവായിരുന്നു ഇവിടുത്തെ ജോലി. എനിക്കൊരു വിലാസം ലഭിച്ചത് ഇവിടുത്തെ വർക്കോട് കൂടിയിട്ടാണ്. ഇവിടെ ശ്രീകോവിലിൻ്റെ എല്ലാ ഭാഗത്തും സോപാനം, അതുപോലെ ശ്രീകോവിലിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. വളരെയധികം സമയമെടുത്ത് ആയിരുന്നു നമ്മളിത് ചെയ്തത്. കാരണം ഇവിടുത്തെ ഭക്തജനങ്ങളുടെ തിരക്ക്, അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലൊന്നും ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. രാത്രിയിലായിരുന്നു മുഴുവൻ സമയം ജോലി ചെയ്തിരുന്നത്. എൻ്റെ ഈ ജോലിയുടെ ആദ്യകാലത്ത് തന്നെയായിരുന്നു ഇത് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിടേണ്ടി വന്നു. കാരണം ഇവിടെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി മാത്രമേ ഇവിടുന്ന് ചെയ്യാൻ പറ്റിയിരുന്നു. അതിന് ഇവിടുത്തെ മാനേജിങ് ട്രസ്റ്റിയും മറ്റു ജീവനക്കാരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നതിന് മുന്നേ ചെറിയ ചെറിയ വർക്കുകളൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലും ഇവിടെ മുത്തപ്പൻ്റെ തിരുസന്നിധിയിൽ അലങ്കരിക്കാൻ പറ്റിയതിൻ്റെ ശേഷമാണ് എനിക്ക് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഇതിൻ്റെ ഇവിടുത്തെ അലങ്കാരപ്പണികൾ കണ്ട ശേഷമാണ് മറ്റു ക്ഷേത്രത്തിലെ അധികാരികളും അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയുകയും എന്നെ ക്ഷണിക്കാനും തുടങ്ങിയത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. അത് എന്നും ഞാൻ മുത്തപ്പൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു. നിൽക്കുന്നത് ചീമേനി ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലാണ്. മുൻപ് കണ്ടതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ജോലി തീർത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ചുമര് ഭാഗം വരുന്നത് മരത്തിൽ തീർത്ത ചുമരായിരുന്നു. ചുറ്റഴിക്കൂട് എന്നാണ് ഇതിനെ പറയൽ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തെ ഒരു വാതിൽ കൂടിയുണ്ട് നട. അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റി. മറ്റു ക്ഷേത്രങ്ങളില്ലാത്ത ഒരു കാര്യമാണിത്. ചുറ്റഴിക്കൂടാകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് ഇതിന് ചെയ്യേണ്ടത്. ഒരു വലിയ ചെമ്മറും മൊത്തം ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. സോപാനം 2 സോപാനുണ്ട്, അകത്തും പുറത്തുമുണ്ട്. കരിങ്കല്ലിൽ തീർത്ത സോപാനമാണ്. പരമാവധി അതിനോട് അനുബന്ധിച്ചെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മൂലയാമത്തിന് കിംപുരുഷൻ്റെ കൂടെയൊക്കെ നമ്മൾ പിച്ചളയിൽ തന്നെ ചെയ്യാൻ പറ്റി. മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു രീതിയിലാണ് ഇത് ചെയ്യാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ നാഗഫണം, പിന്നെ മയൂരം, അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 5-6 മാസം വേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ പണിക്ക് വേണ്ടിയിട്ട്.
ഒരു 6 മാസം കൊണ്ട് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയത് മോഹനൻ ശില്പി അവരുടെ ഒറ്റ കഴിവുകൊണ്ടാണ്. നല്ലൊരു അറിയപ്പെടുന്ന ശില്പിയാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ ഭംഗിയായിട്ട് പറയുന്ന സമയത്ത് അത് തീർത്തു തരുന്നു. അതാണ് അവരുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കൃത്യസമയമായി നിറവേറ്റുന്ന ഒരു ശില്പിയാണ്. സ്വർണം, വെള്ളി എന്നീ ലോഹങ്ങളെ അപേക്ഷിച്ചിട്ട് പിത്തള വളരെ പെട്ടെന്ന് കറുക്കാനും ക്ലാവ് പിടിക്കാനും സാധ്യതയുണ്ട്. ക്ലാവ് പിടിക്കുക വെച്ചാൽ ഇവിടെ ക്ഷേത്രങ്ങളിൽ വിളക്ക് വെക്കുമ്പോൾ എണ്ണ, വൃത്തിയാക്കുമ്പോൾ വെള്ളം, അതൊക്കെ ഈ ലോഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാവ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടർന്ന് ഇത് വൃത്തിയാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പണി കഴിഞ്ഞ് നേരെ ഒഴിവാക്കി പോവുകയല്ല ചെയ്യൽ. വർഷാവർഷം വന്ന് ഇതിനുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ക്ഷേത്ര ഭാരവാഹികളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വീണ്ടും വന്ന് വൃത്തിയാക്കണം. വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ട സാധനം. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളും പരിസരങ്ങളും വളരെ വൃത്തിയായി തന്നെ നിലനിൽക്കും എന്നതാണ് ഇതുകൊണ്ടുള്ള മറ്റൊരു നേട്ടം. ഇപ്പോൾ കണ്ണൂർ പറശ്ശിനിക്കടവിൽ അയാൾ വർഷങ്ങളോളം പണിയെടുത്തിട്ട് ശ്രീകോവിൽ മുഴുവൻ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയാൽ കാണാം. അങ്ങനെ നല്ലൊരു പണിക്കാരനാണ്. മോഹൻ എന്നാ പേര്. സ്വദേശം കാഞ്ഞങ്ങാടാണ്, താമസം പയ്യന്നൂരാണ്. നല്ല പണിക്കാരനാണ്. അയാൾക്ക് എന്തായാലും നല്ലത് വരട്ടെ. ഞാൻ പല ദിക്കിലും അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്, പോയി ചെയ്യാറുണ്ട്. നല്ല സ്വഭാവമാണ്. അങ്ങനെ ഞാൻ പോവുക. അല്ല, എനിക്ക് തന്ത്രമുള്ള അമ്പലത്തിൽ എനിക്ക് പറഞ്ഞയക്കാമല്ലോ. അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കമ്മിറ്റിക്കാർ ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ ബാക്കിയുണ്ട്. അലങ്കാര ജോലി ചെയ്ത മറ്റൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്ത് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ തോളേനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മരക്കാപ്പ് കടപ്പുറം ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ രീതികൾ. കാവ് സങ്കല്പങ്ങളിൽ മുത്തപ്പൻ ദൈവം കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് തോളേനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ഇവിടുത്തെ ക്ഷേത്ര അലങ്കാര ജോലികളെല്ലാം കുറച്ച് വ്യത്യസ്തമാണ്. എന്നാലും വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റി. പിത്തള കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അലങ്കാര വേലകൾ ചെയ്തിരിക്കുന്നത്. സോപാനം, മുഖപ്പട്ടിക, കിങ്പുരുഷ, മുഖയാമം എല്ലാം ചേർത്ത് ശ്രീകോവിലിൻ്റെ 4 വശത്തും കൂടി മുഴുവനായിട്ടാണ് അലങ്കാര ശില്പങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നാഗഫണം, അതുപോലെ മുത്തപ്പൻ്റെ വാഹനമായ നായ എന്നിവ കൂടി അലങ്കാര ശില്പങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ആണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പണി തീർക്കുകയും കഴിഞ്ഞ പുനഃപ്രതിഷ്ഠ, ബിംബപ്രതിഷ്ഠ വേളയിൽ തന്നെ ഇത് സമർപ്പണവും നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തോളേനി മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ശ്രീകോവിൽ മൊത്തമായിട്ടാണ് നമ്മൾ അലങ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശില്പങ്ങളും മറ്റ് മാതൃകകളും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കുറച്ച് വെല്ലുവിളി ആയിരുന്നെങ്കിൽ കൂടി നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ക്ഷേത്ര ചിട്ടകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്രതശുദ്ധിയോടുകൂടി തന്നെ നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. മത്സ്യമാംസാദികളൊക്കെ വർജിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദൈവാനുഗ്രഹം ഏറെ വേണ്ട ഒരു ജോലിയാണ് നമ്മുടെ ക്ഷേത്രാലങ്കാര ശില്പ ജോലി എന്ന് പറയുന്നത്. ക്ഷേത്ര കമ്മിറ്റി എന്നെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊണും ഉറക്കമില്ലാണ്ടുള്ള പണിയാണ് കൂടുതലും ചെയ്യാറ്. കാരണം അത് എത്രയും പെട്ടെന്ന് ഭംഗിയായി തീർക്കേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാം കൈകൊണ്ട് വരച്ച് കൈകൊണ്ട് ചെറിയ ചെറിയ ഉളികൾ വെച്ച് കൊത്തിയെടുത്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടി. ഓരോ ദേവന്മാർക്ക് അതാത് ദേവന്മാരുടെ വാഹനങ്ങളുണ്ട്. അയ്യപ്പനാന്ന് വെച്ചാൽ കുതിര, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മഹാവിഷ്ണു വെച്ചാൽ ഗരുഡൻ. ഇതൊക്കെ അയാളുടെ ഭാവനയിൽ തന്നെ ഈ ചെമ്പ് തകിടുമ്പോൾ കൊത്തും, എന്നിട്ട് അത് പതിക്കും. അത് പീസല്ല, അത് വലിയ ചെമ്പ് പാലിയിൽ അയാളെ കഴിവുകൊണ്ട് കൊത്തി അതിങ്ങനെ പതിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ദ്വാരപാലകർ. മറ്റു ക്ഷേത്രങ്ങളിൽ കരിങ്കല്ല് കൊണ്ടോ മറ്റും ആണ് ദ്വാരപാലകർ നിർമ്മിക്കാറ്. ഇവിടെ നമ്മൾ പിച്ചള തകിടിൽ തന്നെയാണ് അത് കൊത്തിയെടുത്തിട്ടുള്ളത്. ഒരു ക്ഷേത്രത്തിൻ്റെ പണി ലഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തീർത്ത് കൊടുക്കാതെ മറ്റൊരു ജോലി ഏൽക്കാറില്ല. ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത് മുമ്പ് സ്വർണ്ണാഭരണ തൊഴിലാളിയായിരുന്നു. കൈത്തൊഴിലുകളിൽ യന്ത്രവൽക്കരണം കൂടുകയും വൻകിടകളുടെ കടന്നുകയറ്റവും സാധാരണ തൊഴിലാളിയെ നമ്മളെ കാര്യമായി ബാധിച്ചു. അങ്ങനെ കുഞ്ഞിമംഗലം രാധാകൃഷ്ണൻ എന്ന ആളാണ് എന്നെ ഈ തൊഴിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വലുതും ചെറുതുമായ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് 4 പേരുണ്ട്. അവരും എന്നോട് പൂർണ്ണമായി നന്നായി സഹകരിക്കുന്നുണ്ട്. നമ്മുടെ തൊഴിൽ എന്ന് വെച്ചാൽ ഇത് ജീവിതമാർഗം കൂടിയാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രകലകളെ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ അലങ്കാര വിഭാഗത്തെ കൂടി പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രങ്ങളെയൊക്കെ പുനരുദ്ധരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അതുകൊണ്ട് കലാപരമായി മറ്റും ഇത് അലങ്കരിക്കാൻ കൂടുതൽ പേർ മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഗവൺമെൻറ് തലത്തിലും മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തൊഴിലിൻ്റെ മറ്റൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ സാധ്യമല്ല. ഇത് ജോലി ചെയ്യുന്ന ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് ഒരു ഗുരുകുല സമ്പ്രദായം പോലെ തന്നെ കൂടെ ചേർന്ന് പണിയെടുത്ത് പഠിച്ച് മുന്നോട്ട് വരേണ്ടതാണ്. മറ്റു ജോലികളെ അപേക്ഷിച്ചിട്ട് ക്ഷേത്രാലങ്കാര ശില്പജോലി എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികമായി നമ്മുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഇത് പൂർണ്ണത എത്തിച്ചാൽ അത് പൂർണ്ണതയിലെത്തുമ്പോൾ നമുക്ക് മനസ്സിന് മറ്റൊരു നിർവൃതി കൂടിയുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ മുന്നോട്ട് ഉള്ള ജീവിതത്തിന് വളരെ നല്ല ഊർജം നൽകുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ പറശ്ശിനിക്കടവിൽ അയാൾ വർഷങ്ങളോളം പണിയെടുത്തിട്ട് ശ്രീകോവിൽ മുഴുവൻ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയാൽ കാണാം. അങ്ങനെ നല്ലൊരു പണിക്കാരനാണ്. മോഹൻ എന്ന പേര്. സ്വദേശം കാഞ്ഞങ്ങാടാണ്, താമസം പയ്യന്നൂരാണ്. നല്ല പണിക്കാരനാണ്. അയാൾക്ക് എന്തായാലും നല്ലത് വരട്ടെ. ഞാൻ പല ദിക്കിലും അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്, പോയി ചെയ്യാറുണ്ട്. നല്ല സ്വഭാവമാണ്. അങ്ങനെ പോവുക. അല്ല, എനിക്ക് തന്ത്രമുള്ള അമ്പലത്തിൽ എനിക്ക് പറഞ്ഞയക്കാമല്ലോ. അങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട്. കമ്മിറ്റിക്കാർ ചെയ്തിട്ടുണ്ട്, ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ ബാക്കിയുണ്ട്.